കായിക ഭൂപടത്തിൽ തങ്ങളുടെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി വിളിച്ചോതിക്കൊണ്ട് ഖത്തർ ആതിഥേയത്വം വഹിച്ച 2025 ഫിഫ അറബ് കപ്പ് പ്രൗഢഗംഭീരമായി സമാപിച്ചിരിക്കുകയാണ്. ഡിസംബർ 1 ആരംഭിച്ച് ഖത്തറിന്റെ ദേശീയ ദിനമായ ഡിസംബർ 18 അവസാനിച്ച ഈ ഫുട്ബോൾ മാമാങ്കം അറബ് ലോകത്തിന്റെ ഐക്യവും ഖത്തറിന്റെ അത്യാധുനികമായ സംഘടനാ മികവും ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിച്ചു. 2022 ഫിഫ ലോകകപ്പിനായി രാജ്യമൊരുക്കിയ ലോകോത്തര സ്റ്റേഡിയങ്ങൾ ഒരിക്കൽ കൂടി ആവേശക്കടലായി മാറിയപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് ലഭിച്ചത് മറക്കാനാവാത്ത ഒരു കായിക വിരുന്നായിരുന്നു. കായികമായ പോരാട്ടത്തിനപ്പുറം അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള സാംസ്കാരികമായ വിനിമയത്തിനും സൗഹൃദം പുതുക്കുന്നതിനുമുള്ള വലിയൊരു വേദിയായി ഈ ടൂർണമെന്റ് മാറി. മൊത്തം 16 കരുത്തരായ അറബ് ദേശീയ ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ 32 ആവേശകരമായ മത്സരങ്ങളാണ് അരങ്ങേറിയത്. കളിക്കളത്തിൽ പിറന്ന 77 ഗോളുകൾ ഓരോ മത്സരത്തിന്റെയും വീറും വാശിയും വെളിപ്പെടുത്തുന്നതായിരുന്നു. സ്റ്റേഡിയത്തിലെ ഗാലറികളെ ഇളക്കി മറിച്ചുകൊണ്ട് 12 ലക്ഷത്തിലധികം കാണികളാണ് ഇത്തവണ നേരിട്ടെത്തി മത്സരങ്ങൾ ആസ്വദിച്ചത്. ഇതിൽ ഏകദേശം 3 ലക്ഷത്തോളം പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ കായിക മാമാങ്കത്തിനായി മാത്രം ഖത്തറിലെത്തിയവരായിരുന്നു. അയൽ രാജ്യങ്ങളായ GCC രാഷ്ട്രങ്ങൾക്ക് പുറമെ അൾജീരിയ, ജോർദാൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകരുടെ വൻ സാന്നിധ്യം ഖത്തറിലെ തെരുവുകളെയും സ്റ്റേഡിയങ്ങളെയും ഉത്സവ പറമ്പുകളാക്കി മാറ്റി. ലുസൈൽ ഐക്കണിക് സ്റ്റേഡിയത്തിൽ നടന്ന കലാശ പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ആവേശകരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. പ്രവചനാതീതമായ നീക്കങ്ങളിലൂടെ മുന്നേറിയ ജോർദാനും കരുത്തരായ മൊറോക്കോയും നേർക്കുനേർ വന്നപ്പോൾ സ്റ്റേഡിയം നിശബ്ദമായ നിമിഷങ്ങൾ കുറവായിരുന്നു. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് ജോർദാനെ പരാജയപ്പെടുത്തി മൊറോക്കോ അറബ് കപ്പിൽ മുത്തമിട്ടു. 84,517 കാണികളെ സാക്ഷി നിർത്തിയായിരുന്നു മൊറോക്കോയുടെ ഈ ചരിത്ര വിജയം. തോറ്റെങ്കിലും ജോർദാൻ ടീമിന്റെ പ്രകടനം ടൂർണമെന്റിലുടനീളം ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് 6 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകൾ നേടി ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായ അലി ഒൽവാൻ ജോർദാന്റെ അഭിമാനമായി മാറി. മാധ്യമ ശ്രദ്ധയുടെ കാര്യത്തിലും ഈ അറബ് കപ്പ് മുൻപന്തിയിലായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകരാണ് ഖത്തറിൽ എത്തിയത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കോടിക്കണക്കിന് ആളുകളിലേക്ക് മത്സരങ്ങളുടെ തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളും എത്തിച്ചേർന്നു. ഖത്തറിന്റെ ടൂറിസം മേഖലയ്ക്കും ഈ മാധ്യമ ശ്രദ്ധ വലിയ ഗുണമുണ്ടാക്കി. ടൂർണമെന്റ് നടന്ന 18 ദിവസങ്ങളിലും ദോഹയിലെ ഹോട്ടലുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സജീവമായിരുന്നു. വോളണ്ടിയർമാരുടെ സേവനവും എടുത്തു പറയേണ്ട ഒന്നാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 35,000-ലധികം സന്നദ്ധ പ്രവർത്തകരാണ് മത്സരവേദികളിൽ സ്റ്റേഡിയങ്ങളിലും പുറത്തും കാണികളെ സഹായിക്കാനും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാനുമായി അണിനിരുന്നത്. ഗതാഗത മേഖലയിൽ ഖത്തർ കൈവരിച്ച പുരോഗതി ആരാധകർക്ക് വലിയ ആശ്വാസമായി. ഖത്തർ മെട്രോ സംവിധാനം കാണികളെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു. മെട്രോ ശൃംഖലയുടെ കാര്യക്ഷമമായ പ്രവർത്തനം ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും കാണികൾക്ക് കൃത്യസമയത്ത് മത്സരവേദികളിൽ എത്താനും സഹായിച്ചു. കൂടാതെ ഭിന്നശേഷിക്കാരായ ആരാധകർക്കായി ഒരുക്കിയ പ്രത്യേക സൗകര്യങ്ങൾ ഖത്തറിന്റെ ഉൾക്കൊള്ളൽ നയത്തിന്റെ തെളിവായി മാറി. 16,500-ലധികം പ്രത്യേക ടിക്കറ്റുകളാണ് ഇവർക്കായി മാത്രം വിതരണം ചെയ്തത്. സ്റ്റേഡിയങ്ങളിൽ ഇവർക്കായി നീക്കിവെച്ച പ്രത്യേക ഇരിപ്പിടങ്ങളും റാമ്പുകളും മറ്റു സൗകര്യങ്ങളും ആഗോളതലത്തിൽ തന്നെ പ്രശംസിക്കപ്പെട്ടു. ഒരേ കാലയളവിൽ തന്നെ ഫിഫ അറബ് കപ്പ്, അണ്ടർ-17 ലോകകപ്പ്, ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് തുടങ്ങിയ വൻകിട ടൂർണമെന്റുകൾ വിജയകരമായി സംഘടിപ്പിക്കാൻ സാധിച്ചത് ഖത്തറിന്റെ ഭരണ നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമാണ്. ലോകകപ്പ് ഫുട്ബോളിന് ശേഷം രാജ്യം കായിക മേഖലയിൽ നടത്തിയ നിക്ഷേപങ്ങൾ വെറുതെ ആയില്ലെന്നും ഈ ടൂർണമെന്റുകളുടെ വിജയം തെളിയിക്കുന്നു. കായിക മത്സരങ്ങൾ വെറും മത്സരങ്ങൾ മാത്രമല്ല, അവ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവാഹകരാണെന്ന് 2025 അറബ് കപ്പ് അടിവരയിടുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ കരുത്തായി ഖത്തർ മാറുന്ന കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ഇതോടെ വരാനിരിക്കുന്ന വലിയ കായികമേളകൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള ഖത്തറിന്റെ ആത്മവിശ്വാസവും വർദ്ധിച്ചു വരികയാണ്.